ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഇന്നൊരു പച്ചമരുന്നുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചമരുന്നാണിത്. ഇങ്ങനൊരു എണ്ണ നമ്മുടെ വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് തീപ്പൊള്ളലിനൊക്കെ വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി രാവിലെ തന്നെ അമ്മ പണി തുടങ്ങിയേക്കുവാണ്. അമ്മ പോയി തേക്കിന്റെ കുരുന്നില നോക്കി നുള്ളിയെടുക്കുവാണേ. പിഞ്ചിലയില്ലേ നമ്മുടെ തളിരില, അതാണ് നമ്മൾ ഈ മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് നുള്ളിയെടുക്കേണ്ടത്. ഇത്രയും ഇല നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിനെന്തോരം വെളിച്ചെണ്ണ വേണമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാനൊരു 200 ml ഓളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കൊപ്രയാട്ടി എടുത്ത നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ഒരു മായവും കലരാത്ത വെളിച്ചെണ്ണയും നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന തേക്കിലയും മാത്രമാണ് ഈ ഒരു എണ്ണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ആ കൊണ്ടുവച്ചേക്കുന്ന തേക്കില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുവാണ്. ഞാൻ ഇടുന്ന ആ ഭാഗം വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല. വേറെ ഒന്നും ചെയ്യേണ്ട, അത് കൈകൊണ്ട് തന്നെ ഒന്ന് മുറിച്ച് ആ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ എണ്ണ നല്ല ചുമന്ന കളറാവും. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ തേക്കില വെച്ചിട്ട് തേക്കില നുള്ളി എടുത്തിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ മൈലാഞ്ചി പോലെ നിറം തേക്കുമായിരുന്നു. അതുപോലെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടും. അങ്ങനെ പല പരിപാടികളും ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ അതുപോലത്തെ കളറാണ്, നല്ല കളറ്. എണ്ണയിലേക്ക് ഇട്ടപ്പോൾ തന്നെ ആ കളറെല്ലാം എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഇപ്പം ഇത് നന്നായിട്ട് എണ്ണയിലിട്ട് ഇട്ടപ്പോൾ തന്നെ അത് നല്ലപോലെ ഇങ്ങനെ തിളയ്ക്കുന്ന ഒച്ചയും കേൾക്കുന്നുണ്ട്. അതുപോലെ തിളയ്ക്കുന്നത് നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഈ നിൽക്കുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഈ ഓയില് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം. അതാണ്, ഈ നിൽക്കുന്നതാണ് ഇതിൻ്റെ പരുവം. അപ്പോഴത്തേനും ഈ ഇലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് എൻ്റെ അമ്മൂമ്മ പണ്ട് വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു എണ്ണയാണ് കേട്ടോ. തീപ്പൊള്ളലിന് വളരെ ഫലപ്രദമാണ്. അതുപോലെ ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ കേൾക്കുകയുണ്ടായി പിഗ്മെന്റേഷനും നല്ലതാണെന്ന്. പിഗ്മെന്റേഷൻ ഉപയോഗിച്ച് എനിക്ക് അനുഭവമില്ല, പക്ഷെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. കാരണം യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത ഒരു മരുന്നല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്ത് തന്നെയാണേലും ഇത് തീപ്പൊള്ളലിന് വളരെ ഫലപ്രദമാണ്. ഇപ്പം നമ്മുടെ എണ്ണയിലെ തിളയൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇപ്പം ഞാൻ ആ ഇല മുഴുവൻ അരിച്ചു മാറ്റി എണ്ണ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ എണ്ണ ഞാൻ ഇവിടെ കുപ്പിയിൽ തണുത്ത് കഴിഞ്ഞപ്പോൾ അത് കുപ്പിയിൽ ഒഴിച്ചു വെക്കുവാണ്. ഇത് ഞാൻ കുറച്ച് നമുക്ക് ലണ്ടനിൽ പോകുമ്പോൾ കൊണ്ടുപോകാനും കൂടിയാണ് കേട്ടോ. അവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തേക്കലൊന്നും കിട്ടില്ലല്ലോ നമുക്ക് മരുന്നുണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിത് ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അമ്മയെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചെടുത്തത്. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാട്ടിൽ പോകുമ്പം അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ അങ്ങനെ ഇങ്ങനത്തെ എണ്ണ നിങ്ങൾ കുറച്ചൊന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.